അങ്ങനെ അതാ വയലിലെത്തിയിട്ടുണ്ട്. ഇവിടെ നെല്ലൊക്കെ കൃഷി ചെയ്യണം. ഇപ്പോൾ നെൽകൃഷി ചെയ്യണ വയൽ. ഇവിടെ ആദ്യം വാഴ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇപ്പം നെല്ലാക്കിന് ഉണ്ടോ. അങ്ങനെ എന്താ അവിടെ എന്താണ് വെള്ളത്തെ ഒന്നൊക്കെ ഉണ്ട്. അപ്പുറത്ത് എന്താ പൂളയാ തോന്നുന്നത്. മാമ അങ്ങോട്ട് പോയാലോ? ആണെങ്കിലും പോവല്ലോ. പയ്യുണ്ടോ നോക്കട്ടെ ആദ്യം. ഓരോ കണ്ടത്തിലും ഓരോ പ്രാവശ്യവും ഓരോന്നൊക്കെ ഉണ്ടാവുക. പിന്നെ മത്തന് ചിരങ്ങൊക്കെ കൃഷി ചെയ്യുക. തൊട്ടവാടി പൂട്ട് നിൽക്കണേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എങ്ങനെയാ പോവാന്ന് ആലോചിക്കാണ്. കാരണം പല ടൈമിൽ പല കൃഷികളാണ് ഉണ്ടാവുക. ഇവിടെ എന്തോ പ്രാവാണോ വേറെ എന്തോ പിടിച്ചിന്, അതിൻ്റെ തുവലൊക്കെ കാണുന്നുണ്ട്. മാമ എങ്ങനെ പോട്ടെ, ഞാൻ മാമനെ ഫോളോ ചെയ്തിട്ട് മാമന്റെ വൈത്തല പോട്ടെ. എല്ലിൻ്റെ അരെ വാ, ഇതാണ് നമ്മുടെ നാട്. എൻ്റെ വൈത്തല മോനും കണ്ണനും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ ഒന്നിക്കിൽ ഞാറ് നട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ നെല്ലുണ്ടാവും, അല്ലെങ്കിൽ നെല്ല് വിളവെടുക്കാനായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ തരിശുഭൂമി എന്നല്ല പറയാ. അങ്ങനെ ഉണ്ടാവല്ലോ. ഈ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുകയാണ്. പറഞ്ഞ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു ഇവിടെ അടിപൊളിയാണെന്ന്. സംഭവം ഇപ്പോൾ അടിപൊളി തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയേക്കാം. ഹായ് അർണ. ഹായ്. മോന് രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് കേട്ടോ. ബാക്കിൽ കണ്ണനുണ്ട്. കണ്ണൻ മിന്നുവിൻ്റെ വെള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഈ ചളിയിലേക്ക് വന്നത്. അടിപൊളിയായിട്ടുണ്ട്. എന്താണ് മറ്റേന്താ ട്രാക്ടറോ അതല്ല അതിൻ്റെ പറയാ. എന്താണ് പാടം എന്താക്കുകയാണത് മാമ? ട്രാക്ക് ഇല്ലാഞ്ഞിട്ടാവൂലേ? അവിടെ ചവിട്ടിക്കൂടെ നടക്കുക. പിന്നെ ആദ്യമൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഇതിലൊക്കെ നമ്മളെ ഈ വെള്ളത്തിലേക്ക് നമ്മളെ നെറ്റിപ്പൊട്ട ഉണ്ടാവില്ലേ, നെറ്റിപ്പൊട്ട അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകൾ കാണും കേട്ടോ. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ട് കാണണമെന്നില്ല. ഒന്നാമതേ ഞാൻ കണ്ണാട വെച്ചിട്ടില്ല. കണ്ണാട അല്ലെങ്കിൽ എൻ്റെ കണ്ണ് പ്ലംപ്ലംപ്ലുമാണ്. അങ്ങനെ ഹിന്ദിക്കാരെ തോന്നുന്നു ഇവിടെ പണിയെടുക്കുന്നത്. കണ്ടില്ലേ ഒരു വയൽ എന്താണ് എന്താക്കണത്, വയൽ കിളക്കുകയാണ്. ഇവിടൊക്കെ പിന്നെ വരമ്പ് കെട്ടിയിട്ടുണ്ട്. നടക്കാൻ പ്രയാസമാണ്. പല വഴിക്കൂടി നടക്കേണ്ടി വരും. ചില സ്ഥലത്തൊക്കെ വരമ്പ് കെട്ടി നടക്കാൻ പറ്റാത്ത രൂപത്തിലാണ്. കാരണം ഇവിടൊക്കെ എന്താണ് ഒന്നിക്കിൽ കണ്ട് വൃത്തിയാക്കി വെച്ചതിട്ടാവും കിളച്ചിട്ട്, അല്ലെങ്കിൽ ഇവർ നീ കിളച്ച് കഴിഞ്ഞതാവും, എന്താ അറിയില്ല. പിന്നെ അപ്പുറത്താണ് വലിയൊരു ചാലുണ്ട്. ഹിന്ദിക്കാരാട്ടോ പണിക്ക്. ഇപ്പം നമ്മളെ ആൾക്കാരൊന്നും പണിക്ക് കാണാൻ അപൂർവമാണ്. ഈ വഴിക്കൂടി നമ്മൾ എങ്ങനെ നടക്കും? മോനോ നോക്കിക്കോ. അയ്യോ മോനോ, കാലെല്ലാം പോയി മോനോ, പോയി. ഓരിവിടെ കണ്ട കുഴിച്ച വരണ്ട അങ്ങോട്ട് പോയിക്കോ. കണ്ണൻ എങ്ങനെ പോയത് അറിയില്ല. കണ്ണൻ പോയതിൻ്റെ വൈത്തല പോയതാ. ഇന്റെ ചെരുപ്പ് അതാ കിടക്കട്, ഒരു കാലതാ. മോനും അങ്ങോട്ട് പോയിക്കോ. അമ്മന്റെ ചെരുപ്പ് പൊട്ടില്ല, അമ്മനെ കൊല്ലും. അമ്മനെ കൊല്ലുന്ന്. എങ്ങനെ എടുക്കൂത്? കയ്യിലെടുക്കണ്ടല്ലോ. ഇനി അപ്പുറത്ത് ഇറങ്ങി പിടിക്കണോ? ഇവിടെ എവിടെ ചവിട്ടിയാലോ പോ. അപ്പുറത്ത് ഇറങ്ങി വെക്കാലോ. ഇത് ഇത് വേഗം കിട്ടി.
നടക്കാൻ പറ്റുമോ? ആ അപ്പൊ കുഴപ്പമില്ല. കണ്ടത്തും കൂടെ പോരും. എന്തായി ഞാൻ ഇജ്ജ് പോയ തക്ക നോക്കിട്ട് വന്നതാണ്. അതേ വയ്യ വെക്കി വന്നത്. അപ്പൊ ഒന്നാകെ പോന്നെ ഷോർട്ട് കട്ട് എടുത്തപ്പോ വരും. അടക്ക് എലി ഇടാൻ പറ്റുന്ന ഒരു കോലത്തിലാക്കട്ടെ. ഈ ചെരുപ്പറ്റ പൊട്ടി നീ രജനി വെട്ടിച്ചു കൊടുത്തു. ആരും സ്വന്തം ചെരുപ്പ് മുതൽ ഇട്ടത്. അട്ടുണ്ട് ഒരു മാമ കാട്ടി ഞാൻ ഇവിടെ ചെരുപ്പ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ചെരുപ്പിട്ട് കൈ ഒന്നും കൂടി നല്ലൊരു വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് പോവാം. കൈ കുറച്ച് മുന്നോട്ട് നടന്നുണ്ടെങ്കിൽ നല്ലൊരു വെള്ളം കിട്ടും. അങ്ങനെ വീട് ചെന്നിട്ട് വേണം നല്ല വൃത്തിയാക്കി കഴുകി ഒഴിവാക്കാൻ. അങ്ങനെ ബായ് അപ്പുറത്തെ കണ്ടത്തിൽ എത്തി തുടങ്ങി. കാരണം ഇവരെ പണി ഒരു കള്ളപ്പണിയാണ്. കാരണം ആ അച്ഛൻ പറഞ്ഞു, ഇവിടെ നേരത്തെ നിന്ന് അച്ഛൻ പറഞ്ഞ് ഇവരുടെ അടുത്ത് നോക്കി നിന്ന് പണി നിന്നില്ലെങ്കിൽ ഇവരെന്തായാലും കള്ളത്തരം കാട്ടുന്നു. കാരണം ഈ കണ്ട വീഴാന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമല്ല, നല്ല പണിയുള്ളത്. ഇതൊരു സൈഡ് ഒരു മാത്രം ചെയ്ത് പിന്നെ ഒരു വേഗം അപ്പുറത്തെ കണ്ടത്തിലേക്ക് പോയതാണ് ചെയ്തത്. അങ്ങനെ ഇവിടെ നമ്മൾ ടാറ്റ പറയുന്നു ഗൈസ്. ഇപ്പോൾ ടൈം ഏകദേശം 9 മണിയായിട്ടുണ്ടാവും. ഇനി എന്തായാലും ശ്രദ്ധിക്കണം. ഇനി വലിയ ചളിയിൽ വീകാൻ എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഫോൺ കഴിച്ചിലായതാണ്. അങ്ങനെ ഞങ്ങൾ പോട്ടെ. അങ്ങനെ ചാലിൽ നിന്ന് വെള്ളം എടുക്കുന്നതിനെ കൊണ്ട് ഇപ്പോൾ തൂർത്ത് തെറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴീൻ്റെ പ്രശ്നം ഇതിനെക്കൊണ്ട് കണ്ടോ. അപ്പുറത്ത് വെള്ളം തേഴുന്നുണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അവിടെ പോയി വീഡിയോ എടുത്തോളി. പക്ഷേ മനുഷ്യൻ്റെ സ്റ്റാമിന ഏകദേശം കഴിഞ്ഞു തുടങ്ങിയാണ്. നീ വീട്ടിൽ പോട്ടെ. ഒന്നിക്ക് ചിലപ്പോൾ ഞാനെൻ്റെ ഈ വീഡിയോ നമ്മളെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ കൂടെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ഇടുകയും ചെയ്യും. ഓ വയ്യ, നടന്ന് തിരിച്ച് വരുമ്പോഴാണ് ക്ഷീണം കൊയ്ക്കുക മനസ്സിലാവുന്നത്. ഇതുവരെ കുഴപ്പമില്ല. പോയിട്ട് വേണം അട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാൻ. കാരണം ആദ്യം പറഞ്ഞാണ് അട്ടുണ്ട്, നല്ല അട്ടുണ്ട്, മൂപ്പരൊക്കെ അടിച്ചിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞേ. ഈ മാമനാണെങ്കിൽ മനുഷ്യനെ കൂട്ടാതെയും പോയി. അന്ന വൈക്കൂടിയല്ലോ കേട്ടോ നമ്മൾ പോണത്. നമ്മൾ കാടും പുല്ലും ഇവിടക്കതാ എന്തൊക്കെയോ ഉണ്ടാക്കി ശ്രദ്ധിച്ച് വേണം പോവാൻ. മാമൻ അവിടെ എത്തി. കാരണം ഈ ചെരുപ്പ് വയ്ക്കുന്നതിനെ കൊണ്ട് വല്ലാണ്ടൊന്നും നടക്കാനും കഴിയണില്ല. ഞാൻ നേരത്തെ പറഞ്ഞു എന്തോ കൊക്കിനെയാണ് തിന്നത്. കാണാം ഇപ്പോൾ ഇത് ക്ലിയറായിട്ട് കാണുന്നുണ്ട് കൊക്കിൻ്റെ തൂവലൊക്കെ. പിന്നെ കണ്ടോ സരിസേച്ചിൻ്റെ പശു, നമ്മളെ പഞ്ചാരമാങ്ങ നിൽക്കുന്ന മാവ്. എന്താ വാട്ടെ ബ്യൂട്ടി. ഓ മാമ മെല്ലെ വീട്ടിലേക്ക് മുങ്ങിയതാട്ടോ ഗൈസ്. കാരണം ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ
വേറെ എങ്ങോട്ടിൽ പോകേണ്ടി വരും എന്ന് പറയുകയാണെങ്കിൽ അതിനെക്കൊണ്ട് ഇങ്ങതാണ് മാമൻ. ഇതാട്ടോ നമ്മുടെ മാമൻ്റെ അടുത്ത് കൃഷീനെ കുറിച്ചിട്ടുള്ള ചെറിയ വീഡിയോ. കാര്യമായിട്ടും കാര്യപ്പെട്ടതൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നേ.